ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമ ശ്യാമയുടെയും രോഹിത്തിൻ്റെയും സംസാരമെല്ലാം കേട്ടതിന് ശേഷം അവിടെ നിന്ന് താഴേക്ക് പോകുന്നു. ഈ സമയത്ത് രോഹിത്ത് ശ്യാമയുടെ നേരെ ആ പില്ലോ വലിച്ചെറിയുമ്പോൾ ശ്യാമ കലിയോടെ രോഹിത്തിനെ നോക്കുന്നു. ഇനി എൻ്റെ പൊന്നിന് എന്താ വേണ്ടത് എന്ന് അവർ രണ്ടുപേരും സത്യഭാമ കേൾക്കെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു. അപ്പോഴേക്കും മുകളിൽ അത്തരം സംസാരങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ, എന്തായാലും പങ്കജം കാരണമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്തത്, അവൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാലോചിച്ചുകൊണ്ട് സത്യഭാമ താഴേക്ക് ഇറങ്ങി വരുന്നു. ഈ സമയത്ത് സത്യഭാമ മുകളിലേക്ക് പോയതിനു ശേഷം അവിടെ ബഹളമൊന്നും കേൾക്കാത്തതിനെ കുറിച്ച് ഓർത്ത് പങ്കജം ആകെ ആശങ്കയിലായി. ഇനി മുകളിലേക്കൊന്ന് ചെന്നാലോ? രണ്ടുപേർക്കിട്ടും രണ്ടെണ്ണം കൊടുക്കുന്നൊന്ന് കാണാമായിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഞാൻ മുകളിലേക്ക് ചെന്നാൽ ഇതിനെല്ലാം കാരണക്കാരി ഞാനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാലോ എന്നാലോചിച്ച് പങ്കജം മുകളിൽ നിന്ന് വരുന്ന എന്തെങ്കിലും വിവരം അറിയാൻ അങ്ങനെ കാതോർത്ത് നിൽക്കുമ്പോൾ സത്യഭാമ താഴേക്ക് ഇറങ്ങി വരുന്നത് പങ്കജം കണ്ടു. ആഹാ, വരവത്ര ശരിയല്ലല്ലോ. അപ്പോൾ രണ്ടിനും കണക്കിന് കൊടുത്തിട്ടുണ്ട്, എല്ലാം മനസ്സിലായിട്ടുണ്ടല്ലേ എന്നെല്ലാം ആലോചിച്ച് പങ്കജം നിന്നതും സത്യഭാമ അരികിലേക്ക് എത്തി. കണ്ടോ സത്യാമ്മേ, രണ്ടെണ്ണത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ? രണ്ടെണ്ണത്തിനും കണക്കിന് കർണത്തിനിട്ട് കൊടുത്തോ? ഒന്നും ഒച്ചയൊന്നും കേട്ടില്ലല്ലോ സത്യാമ്മേ എന്നൊക്കെ പങ്കജം ചോദിച്ചു. അപ്പോഴേക്കും സത്യഭാമ കലിയോടെ പങ്കജത്തിന് മുഖത്തിനിട്ട് ഒന്ന് കൊടുത്തു. കാരണം മുഖച്ചർണം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും പങ്കജാകെ അതിശയപ്പെട്ടു നിന്നു. ഉടനെ സത്യഭാമ ചോദിച്ചു, നിനക്ക് മനസ്സിലായോ എന്തിനാ ഇപ്പോ നിനക്കിട്ട് തന്നതെന്ന്? രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് നിനക്കാണ്. നീ എൻ്റെ കുഞ്ഞുങ്ങളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അല്ലേ? ഭാര്യയും ഭർത്താവും കൂടി സംസാരിക്കുമ്പോൾ അവരുടെ റൂമിൽ ഒളിച്ചു നോക്കാനായി ചെന്നാൽ പിന്നെ അവർ ഫ്ലവർ വേസ് എടുത്തല്ലാതെ പിന്നെ എന്ത് വെച്ചാ നിനക്കിട്ട് എറിയേണ്ടത്? ഇനി മേലാൽ അവരുടെ റൂമിന്റെ പരിസരത്തെങ്ങാനും നിന്നെ ഞാൻ കണ്ടാലുണ്ടല്ലോ, നിന്നെ ഞാൻ ചവിട്ടി കൂട്ടും, വലിച്ചു കീറി, മനസ്സിലായോ? ഇനിയും ഇത് ഒരു താക്കീതായിട്ട് അങ്ങ് കരുതിയാൽ മതി. ഇനിയും നിന്റെ ഇത്തരം പ്രവൃത്തികൾ അവരുടെ നേരെ തിരിഞ്ഞാൽ പിന്നെ ഇങ്ങനെയായിരിക്കില്ല എൻ്റെ പ്രതികരണം, മനസ്സിലായല്ലോ എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ പങ്കജത്തോട് സംസാരിച്ചിട്ട് അവിടുന്ന് പോകുമ്പോൾ പങ്കജാകെ ആശങ്കയിലായി. ദൈവമേ, ഇനി എനിക്ക് തെറ്റിപ്പോയതാണോ? ആ ഫ്ലവർ വേസ് എൻ്റെ തലക്കിട്ട് വലിച്ചെറിഞ്ഞതിന് ശേഷം എൻ്റെ ഉള്ള ബുദ്ധി കൂടി പോയോ എന്ന് ആലോചിച്ച് പങ്കജം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ രോഹിത്തിനോട് ശ്യാമ ചോദിച്ചു, ഇനി എൻ്റെ പൊന്നിന് വേണോ ഇനി ഇതുപോലെ ഒരെണ്ണം കൂടി? അപ്പോഴേക്കും രോഹിത്ത് പറഞ്ഞു, അയ്യോ വേണ്ട, ഞാൻ തരാം ഒരെണ്ണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പരസ്പരം രോഹിത്തും പില്ലോ വെച്ച് ശ്യാമയ്ക്കിട്ട് എറിയാനായി ഒരുങ്ങുമ്പോൾ രണ്ടുപേരും സത്യഭാമ പുറത്തു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട് എന്നുള്ള ചിന്താഗതിയിൽ വീണ്ടും വലിയ സ്നേഹത്തോടെയുള്ള സംഭാഷണം തുടരുന്നു. അപ്പോഴാണ് വാതിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടതും ഉടനെ ശ്യാമ ചോദിച്ചു, അയ്യോ രോഹിത്തേട്ടാ, ഇതാരാ നമ്മുടെ വാതിൽ വന്ന് ഇതുപോലെ മുട്ടുന്നത് എന്ന് ചോദിച്ചതും, ഓ എന്നാ എന്നെ ഒന്ന് വിടു പൊന്നെ, ഞാൻ പോയി നോക്കാം എന്ന് പറഞ്ഞ് രോഹിത്ത് വേഗം പതുക്കെ നിലത്ത് നിന്ന് എഴുന്നേറ്റു. നടുവിന് വേദനയുണ്ടെങ്കിലും പതുക്കെ ഒന്ന് തിരുമ്മിക്കൊണ്ട് രോഹിത്ത് വേഗം സത്യഭാമയെ നോക്കാനായി പോകുമ്പോൾ രോഹിത്തിനോട് ശ്യാമ പറഞ്ഞു, അതെ വേഗം പോയിട്ടിങ്ങി വാ കേട്ടോ എന്ന് പറഞ്ഞ്, രോഹിത്തേട്ടാ വേഗം ചെന്നൊന്ന് തുറന്നു നോക്കിക്കേ എന്ന് പറഞ്ഞു. ഉടനെ ശ്യാമ അത് പറഞ്ഞത് കേട്ട് രോഹിത്ത് തൻ്റെ കയ്യിലിരുന്ന ആ പില്ലോ എടുത്ത് ശ്യാമയുടെ നേരെ വലിച്ചെറിഞ്ഞു. ശ്യാമ തിരിച്ച് രോഹിത്തിനോട് അറിയാനായി ഒരുങ്ങുമ്പോഴേക്കും രോഹിത്ത് ശ്യാമയോട് പുറത്തു നിൽക്കുന്ന ആളെ കുറിച്ച് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. അപ്പോഴേക്കും ശ്യാമ വലിച്ചെറിയാൻ ഒരുങ്ങിയ ആ പില്ലോ തിരിച്ച് ബെഡിലേക്ക് തന്നെ വെക്കുന്നു. വാതിൽ തുറന്ന് രോഹിത്ത് കണ്ടതും അവിടെ നിൽക്കുന്ന ശാലിനിയെ, ഉടനെ തന്നെ ശാലിനിയെ കണ്ടതും രോഹിത്ത് അതിശയത്തോടെ നോക്കി. ശാലിനി പറഞ്ഞു, ഇനി കുഴപ്പമില്ല, സത്യാമ്മ പോയി എന്ന് രണ്ടുപേരോടും പേടിക്കേണ്ട എന്ന് ശാലിനി പറഞ്ഞു. രണ്ടുപേരുടെയും പ്രവൃത്തികളൊക്കെ നേരിട്ട് കണ്ടതുകൊണ്ട് ശരിക്കും അവിടെ നടന്ന അഭിനയമായിരുന്നുവെന്ന് ശാലിനിക്ക് മനസ്സിലായി. ശാലിനി അകത്തേക്ക് കയറി വന്നതും ഉടനെ രോഹിത്ത് പറഞ്ഞു, സത്യാമ്മ വന്നിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചതും ശാലിനി കൃത്യസമയത്ത് ഇക്കാര്യം ഞങ്ങൾ അറിയിച്ചു തന്നുകൊണ്ട് നന്നായി എന്ന് ശാലിനിയോട് രോഹിത്ത് പറഞ്ഞതും ശാലിനി പറഞ്ഞു, ഞാനെന്തായാലും ഇതിലെ വരുമ്പോഴാണ് നിങ്ങൾ രണ്ടുപേരും പൊരിഞ്ഞ അടി നടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോഴാണ് ആ പങ്കജം ഇവിടേക്ക് വന്നത്. പങ്കജം വന്നപ്പോൾ കാണുന്നതും ആ കാഴ്ച തന്നെ. അപ്പോൾ പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഉടനെ തന്നെ വിവരങ്ങൾ സത്യാമ്മയെ അറിയിക്കാനായി അവൾ ഇവിടെ നിന്ന് ഓടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ വന്ന് വിവരം നിങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞതും ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തെ ഇങ്ങനെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞതും എന്ന് ശാലിനി പറഞ്ഞതും ശ്യാമി അതൊന്നും മൈൻഡ് ചെയ്ത് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും രോഹിത്തിനെ നോക്കി ശാലിനി പറഞ്ഞു, രോഹിത് ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് ശാലിനി വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. രോഹിത് ഉടനെ ശ്യാമയെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോയിട്ട് വരാടി എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വാ എന്ന് ശ്യാമ ദേഷ്യത്തോടെ രോഹിത്തിനോടും പറയുന്നു. രോഹിത്ത് വേഗം ശാലിനിയുടെ അരികിലേക്ക് ചെന്നത് രോഹിത് ചോദിച്ചു, എന്താ ശാലിനി, എന്തിനാ വിളിപ്പിച്ചത്? അപ്പോഴേക്കും ശാലിനി രോഹിത്തിനോട് പറഞ്ഞു, അതെ ഞാനിപ്പോ ശ്യാമയുടെ ഈ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. നിങ്ങൾക്കിടയിൽ എന്താ സത്യത്തിൽ സംഭവിച്ചത് എന്ന് ശാലിനി രോഹിത്തിനോട് ചോദിച്ചു.
ഞങ്ങൾ രണ്ടുപേരും റൂമിൽ നിന്ന് സംസാരിച്ചതും പറഞ്ഞതുമൊക്കെ വെറും അഭിനയമാണെന്ന് ശാലിനിക്ക് വ്യക്തമായി മനസ്സിലായല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ശാലിനി ശരിയാണെന്ന് തലയാട്ടി. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ശ്യാമ എന്തായാലും ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല. അതാണ് ശ്യാമയുടെ നിലപാട്. ശ്യാമയ്ക്ക് ഇവിടെ നിന്ന് സ്വയം ഒഴിഞ്ഞു പോകാനാവില്ല. സത്യത്തിൽ സത്യാമ്മ ഈ വീട്ടിൽ നിന്ന് ശ്യാമയെ ഇറക്കി വിടാതിരിക്കാനായിട്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ ഒരു നാടകം ഇപ്പൊ നടത്തിയത് എന്ന് രോഹിത് അറിയിച്ചു. ഉടനെ ശാലിനി ചോദിച്ചു, അല്ല എന്താ രോഹിത്തുമായിട്ട് വഴക്കുണ്ടാകാനുള്ള കാരണം, എന്താ പ്രശ്നം, നിങ്ങൾ തമ്മിൽ റൂമിൽ അടിയുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചിട്ടും രോഹിത് പറഞ്ഞു, ഞാൻ റൂമിൽ നിന്ന് പുറത്തു പോയി കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പില്ലോ എടുത്ത് പോകാൻ തുടങ്ങിയതാണ് കാരണമെന്ന് രോഹിത് പറഞ്ഞത് കേട്ട് ശാലിനി ചോദിച്ചു, അല്ല രോഹിത് എന്തിനാ പുറത്തിറങ്ങി കിടക്കാൻ തീരുമാനിച്ചത്? അപ്പോഴേക്കും രോഹിത് തന്നോട് ശ്യാമ പറഞ്ഞ കാര്യം ഓർമ്മിച്ചു. ശ്യാമ രോഹിത്തിനോട് തന്റെ ഉറച്ച തീരുമാനം എന്നോണം ദീപക് വരുന്നത് വരെ തനിക്ക് ഈ വീട്ടിൽ കഴിയണമെന്നുള്ളതും ദീപക്കിനോടൊപ്പം താൻ ഇവിടുന്ന് പോയതിനു ശേഷം മാത്രമേ സത്യാമ്മ എല്ലാം അറിയാൻ പാടുള്ളൂ എന്നുള്ള ശ്യാമയുടെ ആ നിലപാടിനെ കുറിച്ച് രോഹിത് ഓർമ്മിച്ചു. ശാലിനി ചോദിച്ചു, എന്താ രോഹിത്, എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോഴേക്കും രോഹിത് മനസ്സിൽ പറഞ്ഞു, ഏയ് വേണ്ട, തൽക്കാലം ഇക്കാര്യം ശാലിനിയോട് പറയണ്ട, ഇവര് അതുകൂടി അറിഞ്ഞിട്ട് കൂടുതൽ വഷളാക്കണ്ടല്ലോ കാര്യങ്ങൾ എന്ന് രോഹിത് ആലോചിച്ചു നിന്നു. അങ്ങനെ പറഞ്ഞ് രോഹിത് പറഞ്ഞു, ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിച്ചതേ ഉള്ളൂ ശ്യാമയുടെ ഇപ്പോഴത്തെ ഓരോ രീതികളെ കുറിച്ചും സത്യാമ്മ ഇതൊന്നും അറിയാതെ രക്ഷപ്പെട്ടതിനെ കുറിച്ചും എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു, രോഹിത് എന്തൊക്കെ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, എന്താണെന്ന് രോഹിത് പറ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു, ഏയ് ഒന്നുമില്ല, എന്നാ ശരി രോഹിത്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ശാലിനി പോകാൻ തുടങ്ങുമ്പോൾ രോഹിത് ചോദിച്ചു, ആ ശാലിനി ഒരു മിനിറ്റ്, നിങ്ങള് ശ്യാമ ഏത് സിലബസാ പഠിച്ചത്, കേരളയാണോ CBSE ആണോ ICSE ആണോ അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞത്. ഉടനെ ശാലിനി പറഞ്ഞു, ഞങ്ങള് എല്ലാവരും കേരള സിലബസാ പഠിച്ചത്. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, കൊള്ളാം, നന്നായിട്ട് ഭാഷാജ്ഞാനമുണ്ട്, അത്ര വ്യക്തമായി ഓരോ കാര്യവും അല്ലെങ്കിൽ ഓരോ വാക്കുകളും വളരെ കൃത്യമായി തന്നെ സ്പഷ്ടവും സ്ഫുടവുമായിട്ട് പറയുന്നുണ്ട് എന്ന് രോഹിത് പറഞ്ഞ് തന്നെ ആ സമയത്ത് ശ്യാമ ചീത്ത വിളിച്ചതെല്ലാം രോഹിത് ഓർമ്മിച്ചു. ചെവി പൊത്തിപ്പിടിച്ച് ആ ചീത്ത വിളികളെല്ലാം കേട്ട് നിന്നതിനെ കുറിച്ച് ഓർത്തതും ശാലിനി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും രോഹിത്തിനോട് ശാലിനി പറഞ്ഞു, അതെ ഞങ്ങൾ എല്ലാവരും കുടുംബപരമായി തന്നെ അത് തന്നെയാണ് കേരള സിലബസ് തന്നെ പഠിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ഉടനെ രോഹിത് ഓർത്തു, പാവം ആ രാജീവ് സാറിന്റെയും വിഷ്ണുവിന്റെയും ഒരു അവസ്ഥയെ എന്ന് രോഹിത് ഇങ്ങനെ മനസ്സിലാലോചിച്ചു വന്നപ്പോൾ ശാലിനി പറഞ്ഞു, അതെ അല്ല എന്താ രോഹിത് ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചതും രോഹിത് ചോദിച്ചു, അല്ല ശ്യാമ ഇനി കളരി കുംഭു അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ, കരാട്ട അങ്ങനെ എന്തോ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ശാലിനി പറഞ്ഞു, അതൊന്നും പഠിച്ചിട്ടില്ല, പിന്നെ കുഞ്ഞുനാളിൽ ഞങ്ങളെ കളരിയിൽ കൊണ്ടുപോയി ആക്കിയിരുന്നു, പെൺകുട്ടികൾ എന്തായാലും മർമ്മസ്ഥാനങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയാണ് ആശാനാണ് കുറുപ്പ് മാഷാണ് ഞങ്ങൾ നിർബന്ധപൂർവ്വം ആശാന്റെ അരികിലെ ആക്കിയത് എന്നറിയിച്ചു. അത് കേട്ടതും രോഹിത് ചോദിച്ചു, അത് ശരി, അപ്പോ ആ ആശാൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്ന് രോഹിത് ചോദിച്ചിട്ടും ഉണ്ട് എന്ന് ശാലിനി പറഞ്ഞു. എന്തായാലും ആവശ്യം വരും, താമസിയാതെ ഒടുവ് ചെലവ് ഉളുക്ക് അതിനൊക്കെ തിരുമുന്നതാണല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു, അതെ അതൊക്കെ ചെയ്യുന്നുണ്ട്, എന്താ രോഹിത്? ഒന്നുമില്ല, ആവശ്യം വന്നേക്കും എന്നിങ്ങനെ രോഹിത് പറഞ്ഞത് കേട്ട് ശാലിനി പറഞ്ഞു, രോഹിത് ശ്യാമ ഒരു പാവമാണ്, കൊച്ചുകുട്ടികളുടെ മനസ്സാണ് എന്ന് പറഞ്ഞത്. രോഹിത് പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം ശാലിനി എന്ന് പറഞ്ഞതും എന്നാ ശരി രോഹിത് എന്ന് പറഞ്ഞ് ശാലിനി റൂമിലേക്ക് പോയി. ഈ സമയത്ത് രോഹിത് ആകെ ഭയന്ന് വിറച്ച് റൂമിലേക്ക് എത്തി. അവിടേക്ക് വരുമ്പോൾ ശ്യാമ രോഹിത് അകത്തേക്ക് കയറി വരുന്നത് കാത്ത് ആ വാതിലിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. രോഹിത് വളരെ പേടിയോടെ അകത്തേക്ക് കയറി വന്നു. ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ രോഹിത് അകത്തേക്ക് കയറി വന്നത് അവിടെ എങ്ങും തന്നെ ശ്യാമയെ കാണാത്തത് കൊണ്ട് ഇതെവിടെ പോയി, മായയായി പോയോ എന്നെല്ലാം രോഹിത് കട്ടിലിനടിയിലും ആ കട്ടിലിന്റെ പിന്നിലും ഒക്കെ നോക്കി. അവിടെ എങ്ങും തന്നെ കാണാത്തത് കൊണ്ട് ഭാഗ്യം എന്ന് പറഞ്ഞ് രോഹിത് ഇങ്ങനെ അതിശയപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ പിന്നിൽ നിന്ന് ആ ഫ്ലവർ വേസ് വെച്ച് രോഹിത്തിനെ പുറത്തിനിട്ടൊരു തല്ലു കൊടുക്കുന്നു. അപ്പോഴേക്കും ശ്യാമയുടെ രോഹിത് ചോദിച്ചു, എന്താ പറഞ്ഞത്? രോഹിത്തിനോട് ശ്യാമ അന്വേഷിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു, ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ഉടനെ ശ്യാമ വീണ്ടും തല്ലാൻ തുടങ്ങുമ്പോഴേക്കും രോഹിത് ഒരു പില്ലോ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇനി അടിക്കരുത് നീ ഇനി അടിക്കരുതെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് രോഹിത് കയ്യിൽ ആ പില്ലോയും പിടിച്ച് ശ്യാമയുടെ നേരെ നിന്നു. അവസാനം രോഹിത്തിനോട് ശ്യാമ തൽക്കാലം ക്ഷമിക്കാൻ തയ്യാറായി. അപ്പോഴാണ് സരള താൻ സത്യഭാമയുടെ വീട്ടിൽ ചെന്നപ്പോൾ സത്യഭാമ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ആകെ വിഷമത്തോടെ നിൽക്കുന്നത്. സത്യഭാമ അന്ന് സരളയെ അപമാനിച്ച് പറഞ്ഞയച്ചാൽ ഓർത്ത് വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ സുസ്മിത താഴേക്കെത്തി. സരളയുടെ അരികിലേക്ക് എത്തി സുസ്മിത അമ്മയെന്ന് വിളിച്ചതും ഉടനെ സരള ചോദിച്ചു, നീ എന്നെ എന്തിനാ
വീണ്ടും അപമാനിക്കാൻ വേണ്ടി ഏതെങ്കിലും പദ്ധതിയായിട്ട് വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ച് സർല പോകാൻ തുടങ്ങുമ്പോഴേക്കും സുസ്മിത പറഞ്ഞു, അമ്മ ഇവിടെ നിൽക്ക്. അമ്മേ, ഒരബദ്ധം ആർക്ക് വേണമെങ്കിലും പറ്റുമല്ലോ. ഒരബദ്ധം പറ്റി എനിക്ക്, അത് അമ്മ വിട്ടുകളാം. അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഒരായുധം പറ്റിയില്ലെങ്കിൽ പിന്നെ അതിലും നല്ലൊരു ആയുധം വേറെ കണ്ടെത്താമെന്ന് എന്ന് പറഞ്ഞ് സുസ്മിത സർലയോട് സംസാരിക്കണം. സർല അതെല്ലാം കേട്ടതും അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ ഇത്രയും നാളും എനിക്ക് ആ ഭാമയുടെ വീട്ടിലേക്ക് ചെന്ന് കയറാനുള്ള അതിനായി എപ്പോഴും ആ വാതിൽ തുറന്നു കിടന്നിരുന്നു. ഒരിക്കലും എനിക്ക് ആ വീട്ടിലേക്ക് ചെന്ന് കയറരുതെന്നും ഞാൻ അവിടേക്ക് കയറി പോകരുതെന്നും ഭാമ എന്നോട് പറഞ്ഞിട്ടില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ചെന്ന് കയറാമെന്നുള്ള സ്വാതന്ത്ര്യം എനിക്ക് അവൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് എല്ലാം ഞാൻ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ചെയ്യുന്നത് എന്നുള്ള ഒറ്റയൊരു കാരണത്താൽ. എന്നാൽ ഇന്നത്തോടെ അതും അവസാനിച്ചു. എല്ലാം മനസ്സിലാക്കി എല്ലാം അറിയാവുന്നവളെ ആയാണ് ഇപ്പോൾ ഞാൻ അവളുടെ മുന്നിൽ നിൽക്കുന്നത്. എല്ലാത്തിനും ഞാൻ നിനക്ക് എല്ലാ കാര്യങ്ങൾക്കും ഓരോന്നിനും ഒത്താശ ചെയ്തു തന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഭാമ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി ഞാൻ എങ്ങനെ അവളുടെ വീട്ടിലേക്ക് ചെന്ന് കയറും എന്ന് പറഞ്ഞതും ഉടനെ സുസ്മിത പറഞ്ഞു, അമ്മേ അതൊക്കെ വിടമ്മേ, അമ്മയ്ക്ക് ഇവിടെ നിന്ന് സമാധാനത്തോടെ ഒന്ന് ഇരുന്നൂടെ എന്ന് ചോദിച്ചതും ഉടനെ സത്യഭാമയുടെ കാര്യങ്ങൾ പറഞ്ഞ് ദേഷ്യത്തോട് നിന്ന് സർല അവിടേക്ക് ഇരുന്നതും ശാലിനി പറഞ്ഞു, അതെ, ഈ സത്യാമ്മയുടെ മകൻ ഒരു വിവാഹം കഴിച്ചു, ശാലിനി വിവാഹം കഴിച്ചു, അതോടെ തീർന്നു. ഈ സത്യഭാമയുടെ മകൻ മാത്രമേ ഉള്ളൂ ഈ ലോകത്ത് ആണായിട്ടുള്ളൂ. അതുമാത്രമല്ല, അമ്മയും സത്യാന്റിയും ഭാമാന്റിയും തമ്മിലുള്ള ബന്ധം ഒരു ബിസിനസ് പരമായിട്ടുള്ള ബന്ധമാണ്. അത് അതേപോലെ തന്നെ നിലനിൽക്കട്ടെ. പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നു കളയാം, ശത്രുതയും എല്ലാം മറന്നു കളഞ്ഞേക്കാം. വിഷ്ണുവേട്ടനെ കുറിച്ചും ശാലിനിയെ കുറിച്ചും ഒക്കെ ഒന്നും നമ്മൾ ഇനി ചിന്തിക്കേണ്ട. അവരെയൊക്കെ ഇത്രയും നാളും ഞാൻ ദ്രോഹിച്ച് നടന്നിരുന്നില്ലേ, അതൊക്കെ വെറുതെ ആയിപ്പോയെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞതും സർല പറഞ്ഞു, ശരി, എല്ലാം മറന്നു കളഞ്ഞേക്കാം. നിനക്ക് പക്ഷെ ഈ 6 വർഷം കിട്ടിയിരിക്കണേ കഠിന തടവുണ്ടല്ലോ, അതെന്തായാലും സർക്കാർ മറന്നു കളയില്ല, നിയമവും മറന്നു കളയില്ല, കോടതിക്കും അതങ്ങനെ മറക്കാനാവില്ല, അത് നീ ഓർത്തോ എന്ന് പറഞ്ഞതും സുസ്മിത പറഞ്ഞു, അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ എനിക്ക് ബോണസായി കിട്ടിയ സമ്മാനമല്ലേ അമ്മേ അത്, അല്ലാതെ വേറൊന്നും അല്ലല്ലോ. സത്യത്തിൽ ശാലിനിയോടും വിഷ്ണുവിനോടും ഒക്കെയുള്ള പ്രതികാരം വെച്ച് പുലർത്തിയിട്ട് എന്താ, അയാൾ വേറെ വിവാഹം കഴിച്ചു, ഇനിയും അവരുടെ പിന്നാലെ നടന്ന് അവരെ ദ്രോഹിക്കണ്ടല്ലോ, അവർ സമാധാനത്തോടെ ജീവിക്കട്ടെ അമ്മേ എന്നൊക്കെ പറഞ്ഞതും സർലയ്ക്കാകെ സംശയമായി. വേഗം സുസ്മിതയെ തൊട്ടു നോക്കിയിട്ട്, മോളെ നിനക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച് ആശങ്കയോടെ സുസ്മിതയ്ക്ക് എന്തെങ്കിലും അസുഖമാണോ എന്ന് സർല പരിശോധിച്ചു. ഉടനെ സുസ്മിത പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല അമ്മേ, ഞാൻ പറഞ്ഞല്ലോ അമ്മേ, ഞാൻ ചെയ്തതൊക്കെ തെറ്റായി പോയെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. സത്യത്തിൽ അവർ ജീവിക്കട്ടെ അമ്മേ, അതല്ലേ വേണ്ടത്. അവരെ എന്നും തകർത്ത് കളയുന്നുള്ള ചിന്തയോടെ ഓരോന്നും ചെയ്തു കൂട്ടുകയായിരുന്നു ഞാൻ. ഒരു ദിശബോധമില്ലാതെ, ഒരു ലക്ഷ്യബോധമൊന്നും ഇല്ലാതെ. വിഷ്ണുവേട്ടൻ ശാലിനി വിവാഹം കഴിച്ചു, ഇനിയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരെ ഇനിയും പ്രശ്നത്തിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയും ആ വിഷ്ണുവിനെ തന്നെ സ്വന്തമാക്കണം എന്നുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് സുസ്മിത വേഗം അവിടുന്ന് എഴുന്നേറ്റു. സുസ്മിതയുടെ ആ തീരുമാനം കേട്ട് സർലയ്ക്ക് ആകെ സംശയമായി. ഉടനെ തന്നെ സുസ്മിത വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ ഇറങ്ങിയതും ജഗദീപിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു സുസ്മിതയുടെ മനസ്സിനെ അലട്ടിയത്. അന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് സുസ്മിതയെ നോക്കി ജഗദീപ് പറഞ്ഞ കാര്യങ്ങൾ, കുട്ടികളുടെ മനസ്സും മറ്റുള്ളവരോട് വളരെ ദയയും കരുണയും ഒക്കെയുള്ള അത്രയും പരിശുദ്ധിയും പവിത്രതയുമുള്ള ഒരു പെൺകുട്ടി എന്ന് സുസ്മിതയെ നോക്കി അന്ന് ജഗദീപ് പറഞ്ഞ കാര്യങ്ങൾ സുസ്മിത ആലോചിച്ചു. അത് ഓർത്തുകൊണ്ട് സുസ്മിത അങ്ങനെ നിൽക്കുമ്പോൾ സർലയ്ക്ക് ആകെ സംശയമായി. സർല വേഗം സുസ്മിതയുടെ അരികിലേക്ക് ചെന്നു. മോളെ എന്ന് വിളിച്ചതും ഉടനെ സുസ്മിത ചോദിച്ചു, അമ്മയ്ക്ക് ഇനിയെങ്കിലും അല്പമെങ്കിലും ബോധമില്ലേ? ഇതുപോലെ ഇങ്ങനെ മറ്റുള്ളവരെ നാണം കെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റവുമായിട്ട് മറ്റുള്ളവരെ തകർത്ത് കളയുന്നതിന് വേണ്ടിയുള്ള ചിന്താഗതിയായിട്ട് ഇങ്ങനെ ജീവിക്കാൻ ഇനിയെങ്കിലും നന്നായിക്കോടെ അമ്മേ എന്ന് പറഞ്ഞത് ഉടനെ സർല പറഞ്ഞു, മോളെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഉടനെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാം, ഡോക്ടറെ ഒന്ന് കാണാം, എൻ്റെ മോൾക്ക് എന്താ പറ്റിയതെന്ന് എന്ന് ചോദിച്ച് ഉടനെ സർല ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് സുസ്മിത വേഗം ചിരിക്കാൻ തുടങ്ങി. സുസ്മിത ആ കാഴ്ച കണ്ട് പൊട്ടിച്ചിരിക്കുന്നത് കണ്ടതോടെ സർലയ്ക്കാകെ അതിശയമായി. എൻ്റെ അമ്മേ, ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ട് അമ്മ ആകെ ഭയന്നു പോയോ? എനിക്ക് തലയ്ക്കെന്തോ കുഴപ്പമാണെന്നാണോ അമ്മ കരുതിയത്? എൻ്റെ അമ്മേ, അങ്ങനെയൊന്നുമില്ല. ഞാനേ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് വലിയൊരു കാശുകാരനെ കണ്ടു, അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കാരണം. ഇപ്പോൾ എൻ്റെ മനസ്സ് മാറിയമ്മേ, എൻ്റെ മനസ്സിപ്പോൾ ഒരാളുടെ മാത്രം പിന്നാലെയാണ് എന്ന് പറഞ്ഞത്. സർലയ്ക്ക് അപ്പോഴേക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. സർല ചോദിച്ചു, ആരാ മോളെ, നീ ആരെക്കുറിച്ചായി പറഞ്ഞത് എന്ന് ചോദിച്ചതും നീ ഇത്രത്തോളമൊക്കെ നന്നാവുകയും ഇങ്ങനെയൊക്കെ വലിയ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്തത് എന്ത് കാരണത്താലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നീ ഇങ്ങനെ
കറങ്ങിച്ചിട്ടാരെ കാര്യം പറ, മര്യാദയ്ക്ക് പറയുന്നുണ്ടോ എന്ന് ചോദിച്ചതും അത് പിന്നെ അമ്മേ എന്നിങ്ങനെ സർലയോട് സുസ്മിത പറഞ്ഞത് കേട്ട് സർല പറഞ്ഞു, മര്യാദയ്ക്ക് പറയുന്നുണ്ടോ ഇല്ല ഞാൻ കഴുത്ത് ഞാൻ കുത്തിപ്പിടിക്കും എന്ന് പറഞ്ഞതും സർല സുസ്മിത കഴുത്തിന് കുത്തിപ്പിടിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് ഉടനെ സുസ്മിത പറഞ്ഞു, അതമ്മേ ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം റെസ്റ്റോറൻറ്റിൽ പോയിരുന്നില്ലേ, അപ്പോൾ കണ്ടതാണ്. വലിയൊരു ബിസിനസ്മാനാണ്, ജഗദീപ് കുമാർ എന്നാണ് പേര്. അയാൾക്ക് ഇപ്പോൾ കല്യാണാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മിനിറ്റിന് ലക്ഷങ്ങളാണ് അയാൾക്ക് വേണ്ടി ഓരോ ദിവസവും എത്ര ആളുകളാണ് അദ്ദേഹത്തെ കാണാൻ നിൽക്കുന്നതെന്നറിയോ. ഒരു അബദ്ധത്തിലാണ് അല്ലെങ്കിൽ ഒരു ഭാഗ്യം കൊണ്ട് വേണമെന്ന് പറയാം ഞാനും അദ്ദേഹം കണ്ടത് എന്ന് സുസ്മിത അറിയിച്ചു. ശരി, നീ കാര്യങ്ങൾ പറ, എങ്ങനെ എന്ന് ചോദിച്ചതും എല്ലാ കാര്യങ്ങളും പറഞ്ഞത് കേട്ട് സുസ്മിത ആ 2 തവണയും ജഗദീപിനെ കണ്ടതിനെ കുറിച്ച് സുസ്മിത സർളയെ അറിയിച്ചു. ഇതെല്ലാം കേട്ടതും സർള സുസ്മിതയോട് പറഞ്ഞു, മോളെ നിനക്ക് ഇത്രയേ ഉള്ളോ, ഇതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്, നീ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞ് സർള പെട്ടെന്ന് നാണത്തോടെ ഒന്ന് നിൽക്കുന്നതായിട്ട് സുസ്മിതയെ കാണിച്ചു. ഇതുപോലൊക്കെ ഒന്ന് നിന്നാ മതി, ഏതൊരാണും നമ്മുടെ പിന്നാലെ പോരും, മനസ്സിലായോ എന്ന് പറഞ്ഞ് സർള അങ്ങനെ നിൽക്കുന്നത് കണ്ട് സുസ്മിത പറഞ്ഞു, എൻ്റെ അമ്മ അതിന് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കണ്ടേ, അതിന് പോലും അദ്ദേഹത്തിന് സമയമില്ല എന്ന് പറഞ്ഞതും ഉടനെ സർള പറഞ്ഞു, ഹോ നീ എന്തൊരു മണ്ടത്തരാ പറയുന്നത്, നീ അയാളുടെ അരികിലേക്ക് ചെന്ന് ഇങ്ങനെയൊന്നും അറിയാതെ ഒന്ന് മുട്ടിയാ പോരായിരുന്നോ എന്ന് ചോദിച്ചതും സർളയോട് സുസ്മിത പറഞ്ഞു, എൻ്റെ അമ്മയെ അതിനൊക്കെ ഞാൻ ആലോചിച്ചതാ, പക്ഷേ ഹൈ സെക്യൂരിറ്റി ആണമ്മേ അയാൾക്കുള്ളത്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞതും സർള പറഞ്ഞു, എന്തായാലും നിനക്ക് അയാളുടെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അയാളെ വിളിക്കാം എന്ന് പറഞ്ഞതും സുസ്മിത ചോദിച്ചു, ഞാൻ വിളിച്ചിട്ട് എന്ത് പറയാനാമേ, മിനിറ്റിന് ലക്ഷങ്ങളുടെ വിലയുള്ള ആളാണ്, അപ്പോൾ ആ മനുഷ്യനെ ഇങ്ങനെ ഈ അസമയത്ത് നമ്മൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നത് വളരെ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ടതും അതും ശരിയാണ് എന്ന് പറഞ്ഞ് തലകുലുക്കിക്കൊണ്ട് സർല അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ചന്തുവിന് ദോശ ചുട്ടു കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ജഗദീപ് ദോശക്കല്ലിൽ അങ്ങനെ പരത്തിക്കൊണ്ട് ജഗദീപ് നിൽക്കുന്നത് കണ്ട് അവിടേക്ക് ചന്തു എത്തി. ചന്തു വന്നതും ജഗദീപിനോട് ചന്തു ചോദിച്ചു, അല്ല ഇതുവരെയായിട്ട് നീ ദോശയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, എടാ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യണം, ഭക്ഷണം ഉണ്ടാക്കണം, അതിന് വേണ്ട കറികൾ ഉണ്ടാക്കണം, എന്തായാലും നിനക്ക് എന്നോട് ഒന്ന് സഹായിച്ചുവിടടാ എന്ന് ചന്തുവിനോട് ജഗദീപ് ചോദിച്ചത് കേട്ട് ജഗദീപിനോട് ചന്തു പറഞ്ഞു, അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് ആരുടെ വീടാ എന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചതും പിന്നില്ലേ നമ്മൾ വാടക കൊടുക്കുന്ന മുതലാളിയുടെ വീട് ആണല്ലോ, അപ്പോൾ ഈ വാടക കാശ് എല്ലാ മാസവും 8,000 രൂപ അയാളുടെ വായിലേക്ക് തള്ളി വെക്കുന്ന ആരാന്ന് നിനക്കറിയാവോ എന്ന് ചോദിച്ചതും ജഗദീപ് പറഞ്ഞു, അതെനിക്കറിയാമല്ലോ, നീ തന്നെ. അപ്പോഴേക്കും ജഗദീപ് പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ നീ ഞാൻ പറയുന്നത് പോലെ വേണം ഇവിടെ കാര്യങ്ങൾ ചെയ്യാൻ. എടാ ഇവിടെ വന്ന് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നു നിനക്ക് അറിയാവല്ലോ അല്ലെ എന്ന് ചന്തു ചോദിച്ചതും ഉടനെ ജഗദീപ് പറഞ്ഞു, പിന്നെ അളിയന്റെ വീട്ടിലല്ലായിരുന്നോടാ അല്ലേ എന്ന് ചോദിച്ചതും അല്ലേന്നോ, 90 ലക്ഷം വില മതിക്കുന്ന എൻ്റെ വീടും പറമ്പുമാണ് നീ നിസ്സാര വിലയ്ക്ക് ഇല്ലാതാക്കി കളഞ്ഞത്, അവസാനം എന്നെ ഈ രീതിയിൽ വാടകക്കാരനുമാക്കി എന്ന് പറഞ്ഞതും ഉടനെ ജഗദീപ് പറഞ്ഞു, എന്താളിയ അത് ആർക്കും ഒരു അബദ്ധം പറ്റുമല്ലോ എന്ന് പറഞ്ഞതും ചന്തു പറഞ്ഞു, അബദ്ധമാണോടാ, ആ 50 ഏക്കർ നിറച്ച് നീ അന്ന് എന്നോട് എന്ത് നടാമെന്നായിരുന്നടാ പറഞ്ഞത്, അന്ന് നിന്റെ വാക്കുകൾ ഞാൻ വിശ്വസിച്ചു, അതാണ് എനിക്ക് സംഭവിച്ചത്. നീ അങ്ങനെ അവിടെ മുഴുവൻ എനിക്ക് ആദായം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൃഷി ചെയ്യാമെന്ന് പറഞ്ഞല്ലേ നീ വേണ്ട കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ആ സ്വത്ത് തട്ടിയെടുത്തത്. അവസാനം ഞാൻ വന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയോ അവിടെ മുഴുവൻ നീ നട്ടു വളർത്തിയത് കഞ്ചാവ് ചെടി, അതല്ലേ അന്ന് ആ രീതിയിൽ ജയിലിൽ പോകേണ്ടി വന്നതും അവിടുന്ന് ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു പോകുന്നതും. അപ്പോഴേക്കും ചന്തുവിൻ്റെ വാക്കുകൾ കേട്ട് ജഗദീപ് പറഞ്ഞു, അളിയ അത് പിന്നെ ഒരബദ്ധം ആർക്ക് വേണമെങ്കിലും സംഭവിക്കുമല്ലോ അളിയ എന്ന് പറഞ്ഞതും ചന്തു പറഞ്ഞു, അതെ നീ ഇങ്ങനെ വാചകം അടിച്ചുകൊണ്ട് നിൽക്കാതെ വേഗം ദോശ ഉണ്ടാക്കി തീർക്കുക, ഇല്ല ഞാൻ നിന്നെ എന്ത് ചെയ്യുന്നറിയാവോ എന്ന് ചോദിച്ചതും ഉടനെ ആ ചോദ്യം കേട്ട് ചന്തുവിനെ എന്ത് ചെയ്യുമെന്നറിയാമോ എന്ന് ചോദിക്കുന്ന വാക്ക് കേട്ടുകൊണ്ട് അവിടേക്ക് ചന്തുവിൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും അവിടേക്ക് എത്തുമോ എന്നുള്ള ആശങ്കയിൽ ജഗദീപ് പറഞ്ഞു, അതെ നീ ഇത്രത്തോളം എന്നെ അപമാനിച്ചില്ലേ, അത് ഞാൻ നിന്നെ കൊണ്ട് ഈ ദോഷം മുഴുവൻ ഞാൻ തീറ്റിക്കടോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ജഗദീപിന്റെ ഫോൺ റിങ് ചെയ്തത്. ജഗദീപ് ഒന്ന് ഓടി വന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ എന്ന് വിളിച്ചതും സർല ഇപ്പത്തെ തന്നെ ഹലോ എന്ന് സംസാരിച്ചു. അല്ല ആരാ നിങ്ങള് എന്ന് ചോദിച്ചതും സർല പറഞ്ഞു, അതെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഡെലിവറി എടുത്തുകൊണ്ട് പോകുന്ന ആളാണ് എന്ന് പറഞ്ഞതും ആകെ സംശയത്തോടെ ആലോചിച്ചു. അങ്ങനെയൊന്നും വരാൻ വഴിയില്ലല്ലോ, നിങ്ങൾ ആരാ എന്ന് വീണ്ടും അന്വേഷിച്ചു.
അപ്പോഴാണ് താൻ ആരാണ് എന്നുള്ള സത്യം വെളിപ്പെടുത്താനായി കൃത്യമായി തന്നെ തൻ്റെ പ്ലാനിങ് കൃത്യമായി സർലയിലൂടെയും സുസ്മിതയിലൂടെയും നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കരുക്കൾ ആ നിമിഷം മുതൽ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോഴേക്കും ജഗദീപ് എന്തായാലും സുസ്മിതയെ തകർത്ത് കയ്യിൽ തരുമെന്നുള്ള കാര്യത്തിന് അതോടെ ഉറപ്പുണ്ടായതിനാൽ വളരെ സന്തോഷത്തിലാകുന്നു. എന്തായാലും ജഗദീപിന്റെ കൂടെ സുസ്മിതയ്ക്ക് ഒരു ജീവിതം ഉണ്ടാകുമെന്നും സുസ്മിത ജഗദീപിന്റെ പിന്നാലെ പോകുമെന്നും എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ സന്തോഷം ആ സമയത്തൊക്കെ തീർച്ചയായിട്ടും സുസ്മിത തൻ്റെ കുടുംബത്തെ തകർക്കാനായി മുന്നിട്ടിറങ്ങുകയില്ലല്ലോ എന്ന് ശാലിനിയും വിഷ്ണുവും ആശ്വസിക്കുന്നു.